സർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു അലാസ്കയിൽ. ഈ കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തലെന്നും കരുതപ്പെടുന്നു. എന്തെങ്കിലും സംഭവിക്കുമോ? അതായത് ഈ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും സംഭവിക്കുന്ന അമേരിക്ക തന്നെ കരുതുന്നുണ്ടോ എന്ന് സംശയമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൂടിക്കാഴ്ചയിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ഇനിയും അധിക ചുങ്കം ചുമത്തും എന്നൊരു വാചകം കൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യക്കുള്ള പണിയല്ലേ? ഇന്ത്യക്കും റഷ്യക്കും എല്ലാവർക്കും ഉള്ള പണിയാണല്ലോ ഇത്. അപ്പൊ ഒന്നാമത് പുടിനെ ഒറ്റയ്ക്കേ കാണുന്നുള്ളൂ. മുമ്പ് ഹെൽസിങ്കിയില് വെച്ച് നടന്ന ഉച്ചകോടിയിലും ഇവര് രണ്ടുപേരും തമ്മിൽ ഒരാളെ പോലും ദ്വിഭാഷിയെ പോലും മുറിയിൽ അന്ന് ട്രംപ് നിർത്തിയില്ല. ഒരു ദ്വിഭാഷി അയാളുടെ ജോലിയാണല്ലോ. ഇവര് പറയുന്നു കുറിക്കാൻ തുടങ്ങിയപ്പോ കൈകൊണ്ട് തട്ടി മാറ്റുകയൊക്കെ ചെയ്തു ഹെൽസിങ്കിയിൽ വെച്ചിട്ട് മുമ്പ്. അപ്പൊ അതുപോലെ ഇവർ രണ്ടുപേരും മാത്രമായിട്ട് വേറെ ഉദ്യോഗസ്ഥന്മാരും ഒന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ഇവർ സംസാരിക്കുമ്പോൾ. ഹെൽസിങ്കിയിൽ വെച്ച് ഉച്ചകോടി നടക്കുമ്പോൾ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതിൽ റഷ്യൻ ഇടപെടൽ ഉണ്ടായി എന്ന് CIA-യും FBI-യും ഒക്കെ പറഞ്ഞു വെക്കുന്ന സമയമാണത്. അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആ ഉച്ചകോടിക്ക് ശേഷം പുറത്തു വന്ന ട്രംപ് പറഞ്ഞു, റഷ്യ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇത് എന്നാക്കി കളഞ്ഞു, ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു അന്ന്. ഇതിപ്പോ അലാസ്കയിൽ എന്തുകൊണ്ട് ഈ ചർച്ച എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അലാസ്ക റഷ്യയുടെ ഭാഗമായിരുന്നു മുമ്പ്, റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. അത് 1867 വരെ റഷ്യയുടെ ഭാഗമായിരുന്നു അലാസ്ക. സാർ അലക്സാണ്ടർ രണ്ടാമൻ 1867 കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടെ, കടമൊക്കെ വന്നു, യുദ്ധമൊക്കെ ചെയ്ത്. അപ്പോൾ ആ വർഷം അമേരിക്കക്ക് $7.2 മില്യൺ വിറ്റ സ്ഥലമാണ് അലാസ്ക അമേരിക്കയ്ക്ക്. ഇത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ലിൻഡൻ ജോൺസണോ ആ കാലത്ത് മറ്റേ വാങ്ങിച്ചപ്പോൾ അമേരിക്കക്കാർക്ക് ഇത് പിടിച്ചില്ല, ഒരു ആവശ്യമില്ലാതെ മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ അലാസ്കയിൽ സ്വർണ്ണ ശേഖരം കണ്ടെത്തി. അപ്പൊ പിന്നെ അവരുടെ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ അവസാനിച്ചു. സ്വർണ്ണ ശേഖരങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആണ് ഈ സ്വർണം, പ്രകൃതി വിഭവം ഒക്കെ കണ്ടെത്തി. അന്ന് $7.2 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ $10 ബില്യൺ വരും എന്നാണ് കണക്ക്. അമേരിക്കയുടെ മൊത്തം ഭൂപ്രദേശത്തിൻ്റെ 1/5 വരും ഈ അലാസ്ക. അപ്പോൾ അവിടുന്ന് കുറെ ആൻഡ്രൂ ജോൺസൺ ആണ് ഇത് വാങ്ങുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ തിരുത്തുണ്ട്, ജോൺസൺ എന്നുള്ളത് ശരി. അപ്പോൾ ആൻഡ്രൂ ജോൺസണെ അലാസ്ക വാങ്ങിയതിൽ ഈ കോൺഗ്രസ് ഇല്ലേ അമേരിക്കയിലെ നിർത്തിപ്പൊരിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് പ്രസിഡന്റിനെ. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടപ്പോൾ അതിന് ശേഷം പ്രസിഡന്റായ ആളാണ് ആൻഡ്രൂ ജോൺസൺ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ചർച്ചകളിൽ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് ദ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുക്രൈൻ്റെ അകത്ത് ഇപ്പോൾ പലസ്തീൻ മേഖലയിൽ ഒരു വെസ്റ്റ് ബാങ്ക് നിൽക്കുന്നില്ലേ, ഗാസ വെസ്റ്റ് ബാങ്ക്, ഇങ്ങനെ രണ്ടു തരത്തില്. ഗാസയിൽ ഹമാസിന്റെ കയ്യിലാണ് ഭരണമൊക്കെയാണ്. വെസ്റ്റ് ബാങ്കിൽ പക്ഷെ പലസ്തീൻ അതോറിറ്റി PA എന്ന് പറഞ്ഞിട്ടൊരു ഭരണ സംവിധാനം, അതിനൊരു ഗവർണറും ഒക്കെ ഉണ്ട്. അമേരിക്കയും ഈജിപ്തും ജോർദാനും ഒക്കെ കൈകടത്തി ഫണ്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത്. അബ്ബാസ് എന്ന് പറയുന്ന പ്രസിഡന്റും ഒക്കെ മാർപ്പാപ്പയൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൽ ടൈംസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ അധിനിവേശം നടത്തിക്കഴിഞ്ഞ ഉക്രൈനിലെ സ്ഥലങ്ങളില്ലേ, ഇതിനെല്ലാം കൂടി വേറൊരു ഭരണ സംവിധാനം യുക്രൈനിൽ തന്നെ നിൽക്കും. റഷ്യയുടെ കയ്യിലായിരിക്കേയില്ല, വേറൊരു ഗവർണറും ഒക്കെ ആയിട്ട് ഒരു ഭരണ സംവിധാനം, പ്രത്യേക ഭരണ സംവിധാനം ആ അധിനിവേശ സ്ഥലങ്ങളിൽ യുക്രൈനിൽ ഉണ്ടാക്കുക എന്നുള്ളൊരു ആശയമാണ് ഈ അനൗപചാരികമായിട്ട് റഷ്യയും ട്രംപും ഒക്കെ ചർച്ച ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്.
അപ്പോൾ റഷ്യ പിന്മാറും അവിടെ നിന്ന്. ഇപ്പൊ ഭരണ സംവിധാനം വന്നല്ലോ, അതെ. റഷ്യ പിന്മാറും. അതിർത്തികളൊന്നും മാറുന്നില്ല യുക്രൈൻ്റെ. അപ്പോൾ അവിടെ ഗവർണർ വരുന്നു. ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ, ഫണ്ടിങ്, അതൊക്കെ റഷ്യ നടത്തും. ഉക്രൈനിൽ തന്നെയാണെന്ന് വിചാരിക്കാം. പലസ്തീൻ മറ്റേ വെസ്റ്റ് ബാങ്ക് അവരുടെ കയ്യിലാണെന്നും മറ്റേ ഗാസ അവരുടെ കയ്യിലാണെന്നും ഒക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിൻ്റെ അകത്തിരിക്കുന്നതൊക്കെ ഇസ്രയേലിൻ്റെ സേനയും ഒക്കെ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അധിനിവേശ മേഖല തന്നെയായിട്ട്. അപ്പോൾ പുട്ടിനും ഇപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ് പോയിരുന്നല്ലോ, സ്റ്റീവ് വിറ്റ്കോഫിനെ പ്രത്യേക പ്രതിനിധിയായിട്ട് പുട്ടിനെ കാണാനായിട്ട് അയച്ചിരുന്നു ചർച്ചയ്ക്ക് മുമ്പ്. എന്നിട്ടാണ് ഈ അലാസ്ക ഉച്ചകോടി തീരുമാനിച്ചത്. അപ്പോൾ പുട്ടിനും വിറ്റ്കോഫും കൂടി ഈ കാര്യം ചർച്ച ചെയ്തതായിട്ടാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. വെസ്റ്റ് ബാങ്കിൽ ABC എന്നൊക്കെ മേഖലകൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മേഖലകൾ തിരിക്കുമെന്ന് അറിയില്ല. 1967 6 ദിവസത്തെ യുദ്ധം, 6 days വാർ, ആ സമയത്ത് ജോർദാനിൽ നിന്ന് പിടിച്ച സ്ഥലമാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രംപും യൂറോപ്യൻ രാജ്യങ്ങളും സെലൻസ്കിയും ഒക്കെ കൂടി സംസാരിച്ചിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഫറീഷ്യ, ഗർസൻ, ആ മേഖലകളിൽ നിന്ന് റഷ്യൻ സേന പിന്മാറും. പക്ഷേ ഡോണെറ്റ്സ്ക് അത് യുക്രൈൻ റഷ്യക്ക് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുക്കണം അതല്ലേ? ഉക്രൈൻ ഡോണെറ്റ്സ്ക് റഷ്യക്ക് വിട്ടുകൊടുക്കണം. സാഫറേഷ്യയിൽ നിന്നും ഗർസണിൽ നിന്നും ആ അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് റഷ്യ പിന്മാറും. പക്ഷെ ഡോണെറ്റ്സ്ക് അത് കുറെ റഷ്യക്കാര് ഉള്ള അധിവസിക്കുന്ന സ്ഥലമാണ്, കൂടുതലും റഷ്യൻ സാന്ദ്രതയുള്ള സ്ഥലമാണ്. ഡോണെറ്റ്സ്ക് വിട്ടുകൊടുക്കണം എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അങ്ങനെ ഒരു ആശയമുള്ളതായിട്ട്. അങ്ങനെ 2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. പുട്ടിനുമായിട്ട് ചർച്ച ചെയ്യും. ഇത് പിന്നെ സെലൻസ്കി സമ്മതിക്കുകയൊക്കെ വേണമല്ലോ. 1 ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കില്ല എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രകൃതി വിഭവങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് സെലൻസ്കി പറഞ്ഞല്ലോ, കരാറിൽ ഒപ്പിട്ടില്ല. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് വേറൊരു ആശയം കാണുന്നത് ആർട്ടിക് മേഖലയിൽ പ്രകൃതി വിഭവങ്ങളിലെ റെയർ എർത്ത് അത് സംയുക്തമായിട്ട് അത് ഖനനം ചെയ്യാം എന്ന് പുട്ടിൻ എന്ന് പറഞ്ഞാൽ പുട്ടിന് ട്രംപിന്റെ മനസ്സ് വായിക്കാമല്ലോ. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണ് ട്രംപിന് താല്പര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആർട്ടിക് പ്രദേശത്ത് വന്നോ റഷ്യയില്, നമുക്ക് സംയുക്തമായിട്ട് കമ്പനിയൊക്കെ ഉണ്ടാക്കി ഈ റയർ എർത്ത്, അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യാം എന്നൊരു ആശയം കൂടി മുന്നോട്ട് പുട്ടിൻ വെക്കുന്നുണ്ട് എന്ന് വാർത്തകൾ ഉണ്ട്. അപ്പോ ഒന്ന് ആ ഹെൽസിങ്കി ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടാമത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നിങ്ങളുടെ മനസ്സിലുള്ളത്, പിന്നെ റഷ്യയും കൂടിയൊക്കെ നാമനിർദ്ദേശം ചെയ്താൽ മതിയല്ലോ. മൂന്നാമത് ഈ ആർട്ടിക് പ്രദേശത്തെ ധാതുമണൽ ഖനനം. അപ്പോൾ ഫെബ്രുവരിയിൽ അമേരിക്കയ്ക്ക് റഷ്യൻ ഇങ്ങനൊരു ആശയം, പ്രകൃതി വിഭവങ്ങൾ സംയുക്തമായിട്ട് കൈകാര്യം ചെയ്യാമെന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു എന്ന് അന്ന് വെടിനിർത്തൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ. അതിന് സംയുക്ത പദ്ധതികൾ ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ യൂണിയനെയും ബ്രിട്ടനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പടിഞ്ഞാറൻ സഖ്യത്തിൽ ഒരു വിടവുണ്ടാക്കുക എന്നുള്ളതാണ് പുട്ടിൻ്റെ ഉദ്ദേശം. അമേരിക്കയെ ഈ ആർട്ടിക് പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾ പറഞ്ഞിട്ട് ക്ഷണിച്ച് കൂട്ടത്തിൽ നിർത്തിയിട്ട് ഇപ്പൊ യുക്രൈന് വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടനും, അതിൽ വിടവുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ സെർജി ലാവറോവും ഈ റൂബിയോയും എന്ന് പറഞ്ഞാൽ റൂബിയോ വിദേശകാര്യ സെക്രട്ടറി, ലാവ്റോവ് വിദേശകാര്യ മന്ത്രി റഷ്യയുടെ, ഇവര് രണ്ടുപേരും സൗദി അറേബ്യയിലെ റിയാദിൽ ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു. ഇത് മുന്നോടിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. അന്ന് റിയാദിൽ ചർച്ചകൾ നടന്നു യുക്രൈനുമായിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ. എന്താന്ന് വെച്ചാൽ സൗദിയിലെ സൽമാൻ രാജകുമാരന് പുട്ടിനുമായിട്ട് വലിയ സൗഹൃദമാണ്, അങ്ങനെ മീഡിയേറ്ററായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചർച്ച നടന്നല്ലോ. അപ്പോൾ റൂബിയോയും ലാവ്റോവും തമ്മിൽ ഈ ആർട്ടിക്കിലെ
ഈ ധാതുമണൽ ഖനനം ചർച്ച ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പിന്നെ അമേരിക്കൻ എണ്ണ കമ്പനികൾക്കും ആർട്ടിക്കിൽ വരാം. അപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം ട്രംപിന്റെ മുമ്പിൽ പുടിൻ വെച്ചിട്ടുണ്ട് എന്നാണ്. സെലൻസ്കി യുക്രൈനിൽ നിന്നുള്ള ഈ സ്ഥലങ്ങൾ, ധാതു നിക്ഷേപം, ഇതൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഈ റഷ്യയുടെ സ്വത്ത് മരവിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് 6 ബില്യൺ വരും. അതെങ്ങനെയെങ്കിലുമൊക്കെ വേർപെടുത്തിയെടുക്കുക എന്നുള്ളതാണ്, ഉപരോധമൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് റഷ്യയുടെ ആഗ്രഹം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീരുമാനമൊന്നും ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്താണെന്ന് വെച്ചാൽ സെലൻസ്കിയുമായിട്ടും ഒക്കെ കൂടിയാലോചിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇനി 2ാം ഘട്ട ചർച്ച എന്ന നിലയിൽ ഒരു നിഷ്പക്ഷമായ രാജ്യത്ത് വെച്ചൊരു മീറ്റിംഗ് നടത്താനുള്ള സാധ്യതയും ഉരുത്തിരിഞ്ഞ് വരാം അല്ലേ, സെലൻസ്കിയുടെ അടുത്ത് ആലോചിച്ചതിന് ശേഷം. അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഇത് അങ്ങോട്ട് ആശയവിനിമയം നടത്തണമല്ലോ. യൂറോപ്യൻ രാജ്യങ്ങളും കൂടി ഇടപെടുന്നുണ്ട്. കാരണം ഇത് ഏകപക്ഷീയമായ ചർച്ച, പുടിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇടപെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ. സെലൻസ്കിയുമായിട്ട് പിന്നെ ട്രംപ് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ചില ആശയങ്ങൾ അങ്ങോട്ട് യൂറോപ്യൻ രാജ്യങ്ങളോടും സെലൻസ്കിയോടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ തഴയില്ല എന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നും വാർത്തകളിൽ കാണുന്നുണ്ട്. ഇങ്ങനെയാണ് സംഗതി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.